രാവിലത്തെയും ഉച്ചത്തെയും എല്ലാ ജോലിയും ഒരു സമയം ചെയ്ത് തീർക്കുന്നതാട്ടോ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ മോള് സഹകരിക്കുകയാണെങ്കിൽ മാത്രമേ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എൻ്റെ മോള് ചുമ്മാ കിടപ്പുണ്ട്, അതുകൊണ്ട് രാവിലത്തേക്കുള്ള അപ്പവും കിഴങ്കറിയും അരി അടുപ്പിലിടലും അതുപോലെ തന്നെ മുട്ട ബുൾസ അടിക്കലും, പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കറിക്കുള്ള തേങ്ങയൊക്കെ ഇതുപോലെ ആട്ടോ കട്ട് ചെയ്തെടുക്കാറ്. കാരണം തിരികെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കും. പിന്നെ ക്യാരറ്റ് തോരനും ഉണ്ടാക്കി ഒഴിച്ചുകൂട്ടാനും ഉണ്ടാക്കിയിട്ട് നിൽക്കുമ്പോൾ കേട്ടോ മോൾ ആരടുത്തോ സംസാരിക്കണ കേട്ടത്. വന്ന് നോക്കിയപ്പോൾ ഫോണിൽ ഏതോ ജീനു എന്നൊക്കെ പറഞ്ഞ് കൊറിയൻകാരൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് കിടപ്പായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് പപ്പടവും കൂടെ പൊരിച്ചെടുത്തപ്പോഴേക്ക് രാവിലത്തെയും ഉച്ചത്തെയും പണി ഏകദേശം ഒതുക്കി എല്ലാം നീറ്റാക്കി ഇട്ടിട്ട് മോളെയും കുളിപ്പിച്ചിട്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോഴേക്കും മോളുടെ മുടിയൊക്കെ ഏകദേശം ഉണങ്ങി. പിന്നെ ഞാൻ കെട്ടി വെച്ച് കൊടുത്തപ്പോഴേക്കും മോൾക്ക് കഴിക്കാനായിട്ട് പഴം വേണമെന്ന് പറഞ്ഞ് ഏത്തമ്പഴം എടുത്ത് കൊടുത്തതാണ്. ഇപ്പം ചെറുതായിട്ടൊക്കെ ഇത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈകിട്ട് അപ്പുറത്തെ വീട്ടിലെ മാമിയാണെങ്കിൽ ചക്ക തന്നായിരുന്നു, അതും എടുത്ത് വെച്ചിട്ട് മോൾക്കുള്ള ഷേക്കും അടിച്ച് കൊടുത്ത് അപ്പോഴേക്കും ഇക്ക പുറത്ത് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. നല്ല മഴയ്ക്ക് ഇരുണ്ട് കിടപ്പുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ മുറ്റയൊക്കെ തൂത്തിട്ട് വീട് തൂത്തോണ്ടിരിക്കുമ്പോഴാട്ടോ മഴ തുടങ്ങിയത്.